ഹലോ, നമ്മൾ നേരെ കന്യാകുമാരിയിൽ നിന്ന് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നമ്മൾ വിവേകാനന്ദ പാറയിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയായിരുന്നു. പോകുന്ന വഴി നട്ടപ്പുറ വെയിലത്ത് നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അയക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരെയും പിടിച്ചിരുത്തി അവർ ഫോട്ടോ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ നേരെ വെയിൽ കൊണ്ട് പാസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു ബറ്റാലിയൻ ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നു. അവർ കുറേ കയറി കഴിഞ്ഞപ്പോൾ നമ്മളും കുറേ കയറി. നമ്മുടെ പേര് കുറച്ച് പേരുകളായിരുന്നു. അങ്ങനെ കുറച്ച് പേര് നമ്മളിങ്ങനെ ക്യൂ കണ്ട വെള്ളത്തൊപ്പിയുടെ ആൾക്കാരുണ്ടല്ലോ, അതെല്ലാം തൃശ്ശൂർക്കാരാന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറിയിരുന്നു. ബോട്ട് ചെന്നം പിന്നെ പോകുന്നുണ്ടായിരുന്നു. അങ്ങ് ദൂരേന്ന് വ്യൂ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു, തിളങ്ങുമായിരുന്നു കടൽ. നല്ല കളറാണ്, പകുതി ലൈറ്റ് കളറും ബാക്കി പകുതി ഡാർക്ക് കളറുമായിട്ടൊരു ഷെയ്ഡാണ് ഈ കാണുന്നതുകൊണ്ടല്ല, വേറൊരു ലൈറ്റ് വയലറ്റ് ആ ഒരു ഷെയ്ഡായിട്ടാണ് അവിടെ നമ്മൾ കണ്ടത്. ഇങ്ങനെയല്ല പുറയിലത്തെ കടലിൽ നിന്ന്. അങ്ങനെ നമ്മളെ കൊണ്ട് സുരക്ഷിതമായിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിവേകാനന്ദ പാറയിലോട്ട് കയറിയപ്പോൾ ഇവിടെ വമ്പൻ സീൻ. സത്യത്തിൽ എനിക്ക് ഇതിൻ്റെ സിസ്റ്റം ഒട്ടും പിടിച്ചിട്ടില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീണ്ടും നമ്മൾ പാസ് എടുക്കണം. ഓൾറെഡി നമ്മൾ അപ്പുറത്ത് പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ വീണ്ടും ഇവിടെ പാസ് എടുക്കണം കയറുന്നതിന്. എന്തിനാണാവോ ഇവരിങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓൾറെഡി നമ്മൾ അവിടുന്ന് 300 രൂപയുടെ പാസ് എടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് വീണ്ടും എന്തിനാണ് ഇവന്മാരെടുപ്പിക്കുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എല്ലാം ഒരു കച്ചവടമാണല്ലോ, ഇപ്പോൾ ഭക്തി ഫുള്ള് കച്ചവടമായിട്ട് മാറിയ ഒരു അവസ്ഥയാണല്ലോ. എന്തേലും ആട്ടെ, നമ്മൾ വന്ന കാര്യം നടന്നു. നമ്മൾ അവിടെ എല്ലാം കയറി. അവിടെ നിന്ന് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്, ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുത്. സത്യത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് ഒരു ഫോട്ടോ എടുത്താൽ അവിടെ സംഭവിക്കാൻ പോകുന്നത്? എനിക്കത് മനസ്സിലായില്ല. അതിൻ്റെ ഐഡിയോളജി എന്താണോ എന്തോ. നമ്മൾ വിവേകാനന്ദ പാറയിൽ കയറി അവിടെ വിവേകാനന്ദനെയൊക്കെ കണ്ട് ഇറങ്ങി കുറേ ഫോട്ടോസ് ഞങ്ങളുടെയൊക്കെ പുറത്ത് നിന്ന് എടുത്ത്. അകത്തഴി ഉള്ളായിരുന്നു, ഒന്നും എടുക്കരുതെന്ന്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതിലെ കൂടെ നടന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അകത്ത് അടുത്ത സ്റ്റാച്ചുവിൻ്റെ അടുത്തോട്ട് പോയി. വെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂര്യൻ നൂറേന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, കത്തിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. എൻ്റെ പൊന്നെ, എന്നാ ചൂടാണ് അവിടെ അടിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ ക്രൗഡും ചൂടും ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. കടൽ കാണാൻ നല്ല ഭംഗിയാണ്. കടലിൻ്റെ ആ ഒരു ഇളം കളറും ഡാർക്ക് കളറിലോട്ട് പോകുന്ന രീതിയും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ കടലിഷ്ടമാണ്. ഇറങ്ങുന്നതിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ എനിക്ക് കടലിഷ്ടമാണ്. അങ്ങനെ റിട്ടേൺ നമ്മൾ വന്ന ബോട്ടിൽ തന്നെ കയറി. ലൈഫ് ജാക്കറ്റൊക്കെ ഇരിക്കുന്ന നമ്മുടെ ടീംസാണത്. ഞാൻ ഈ സൈഡിൽ ലൈഫ് ജാക്കറ്റ് ഊരി കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു വൃത്തിയില്ല, എൻ്റെ ദൈവമേ. നമ്മൾ കന്യാകുമാരി പോയതാ. കന്യാകുമാരി പോയി നമ്മൾ എന്ത് സാധനത്തിനും കൂടെ അറിയുന്നതെന്ന് നൊങ്ക്. ഞങ്ങളെ ഇവിടെ ശുചീന്ദ്ര അമ്പലത്തിൻ്റെ അവിടെ വന്നപ്പോഴേ ഒരു നൊങ്ങിന് നേരം അയാൾ ഒരു കൊല എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കാൻ പോവാം. ഞങ്ങളുടെ ഈഗോ അത് ഹേർട്ട് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ മുൻപ് പോവാം, കിട്ടിയാൽ അത്രേ ഉള്ളൂ. കേരളത്തെ അപേക്ഷിച്ച് ഇവിടെ ഇച്ചിരി റേറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ആക്രിബുക്ക് സാധനങ്ങൾക്കെല്ലാം നല്ല റേറ്റാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ കടവാടക കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കേരളത്തിൽ ഫ്രീ ആയിട്ടാണല്ലോ കച്ചവടം ചെയ്യുന്നത്. അതെന്തെങ്കിലും ആട്ടെ. നമ്മൾ നേരെ നൊങ്ക് തപ്പി, അതാണ് ശുചീന്ദ്രൻ്റെ അമ്പലം. നേരെ നൊങ്ക് തപ്പി എത്തിയിടത്ത് കിട്ടി. ഇവിടെ പിന്നെ ഒരു നൊങ്ക് സെപ്പറേറ്റ് ആയിട്ട് തരുമായിരുന്നു. നമ്മൾ 4 ഇടം പറഞ്ഞെടുത്ത് 2 എണ്ണം മേടിച്ചിട്ട് അവസാനിപ്പിച്ചു. കാര്യം എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ പഠിക്കണമെന്നില്ല. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിഷ്ടമാണ്. അങ്ങനെ വലിയ മധുരമൊന്നുമില്ലല്ലോ, നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് മീൻസ് റിഫ്രഷിങ് ആണ്. അങ്ങനെ ആ ചേട്ടനോട് ചെറുതെടുത്തപ്പോൾ ആൻറ്റി പറഞ്ഞ് വലുതെടുത്തപ്പം അടിപൊളി. ചെറുതിൽ 3ഉം വലുതിൽ 2ഉം ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷകരമായി നമ്മൾ നൊങ്ക് മേടിച്ച്, അതും മേടിച്ച് മമ്മിക്കുള്ളത് കഴിക്കാനും മേടിച്ച് നമ്മൾ നേരെ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് പോയിരുന്നു. ഇത് കണ്ടോ, റോസ് മിൽക്കും കരിക്കിൻ വെള്ളമാണ്. ഞാൻ വിചാരിച്ചു എല്ലാം നാരങ്ങ വെള്ളമായിരിക്കുമെന്ന്. അത് കരിക്കിൻ വെള്ളം, ഇത് റോസ് മിൽക്ക്. ആവശ്യാനുസരണം അവരെടുത്ത് കൊടുക്കും. നല്ല തണുപ്പിച്ചാണ് വെച്ചേക്കുന്നത്. കൊള്ളാം, സിസ്റ്റമൊക്കെ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ കാശിന് കൊള്ളാത്തൊരു നാരങ്ങ വെള്ളമായിരുന്നു. നാരങ്ങ വെള്ളം കയ്യിൽ നിന്ന് മധുരം ഇല്ലെന്ന് പറഞ്ഞപ്പോഴേ ചേട്ടൻ ആലോചിച്ചത് മധുരം ഒഴിച്ചില്ലെന്ന്. അയ്യോ, കഷ്ടമായിപ്പോയി. കഷ്ടകാലത്തിന് മേടിച്ച് കുടിക്കുകയും ചെയ്തു. പിന്നെ അത് മുക്കാലും കുടിച്ച് അവിടെ വെച്ചു. കേരളമായിരുന്നു, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. പിന്നെ വേണ്ടാന്ന് വെച്ച് നേരെ അവിടെ പോയി 2-3 ഫോട്ടോസ് എടുത്ത് വീഡിയോസും എടുത്തിട്ട് നേരെ തിരിച്ച് ഞങ്ങളുടെ വണ്ടിയിലോട്ട് പോയി. കാര്യം ഡ്രൈവറും
2 ഡ്രൈവറും ഞങ്ങളും മാത്രമേ ഉള്ളൂ പുറത്ത്. ബാക്കി എല്ലാവരും അകത്ത് കയറി ഇരിപ്പുണ്ട്. അവിടുന്ന് നേരെ കഴിക്കാനായിട്ടാണ് പോണേ. എന്നാ ക്രൗഡാണാവോ ദൈവമേ, എന്ത് കണ്ടിട്ടാണോ ഇത്രയും ആൾക്കാർ കയറിയത്. പക്ഷെ നമുക്ക് തന്ന ഫുഡ് നല്ലതായിരുന്നു. അതിന് താഴെ തന്നെ ബ്രിട്ടീഷ് ബേക്കറി, അവരുടെ തന്നെ ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ കയറി കുറച്ച് നേരം ഇരുന്നു കാറ്റ് കൊള്ളാനായിട്ട്. നമ്മൾ നിൽക്കുന്ന കണ്ടപ്പോഴേ ഒരു ഫാൻ ഓഫ് ചെയ്തു. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴേ അവരോട് പറഞ്ഞിരിക്കരുതെന്ന്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അവിടെ നിന്ന് നേരെ നമ്മൾ കൊട്ടാരം കാണാനായിട്ട് പോവാണ്. ഈ കണ്ടോ വാഴത്തോപ്പൊക്കെ. അങ്ങനെ കൊട്ടാരം, പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ എൻട്രൻസിലോട്ട് പോകുന്ന വഴി നിറച്ച് കടകളായിരുന്നു. അവിടെ കുറേ ഐറ്റംസ് വിൽക്കുന്നുണ്ടായിരുന്നു. എന്തുവാ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള അവരുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ, ഹാൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ബാഗ്, വിശറി, അതും ഇതും മറ്റേതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ കൊട്ടാരത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് മുന്നേ വന്നവരൊക്കെ മുന്നോട്ട് നിപ്പുണ്ട്. അങ്ങനെ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ചെരുപ്പ് ഊരിയതിന് ശേഷമേ അങ്ങോട്ട് കയറാൻ പാടുള്ളൂ. എന്നാട്ടെ ഇതെടുത്തോ. പകരം വേറെ പുതിയത് തരണേ. ചെരുപ്പ് വെച്ചടക്കാരൻ. ഇങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇതാണ് കോർഡിനേറ്റർ ചേട്ടൻ. അകത്തോട്ട് കയറി വന്നു. അങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ എണ്ണ എടുത്ത് ആളെ കയറ്റി വിടുകയാണെന്ന് 1 2 3 4 എന്ന് പറഞ്ഞ് അങ്ങനെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് ഞാൻ ഫ്രണ്ട് വ്യൂ ഒന്ന് എടുത്തതാണ്. അകത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ഫോട്ടോഗ്രാഫി മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ അതിനുള്ള ക്യാഷ് അടച്ചുള്ളായിരുന്നു. അവർ പറയായിരുന്നു വീഡിയോഗ്രാഫി പറ്റത്തില്ല, ഫോട്ടോഗ്രാഫിയെ പറ്റത്തുള്ളൂ എന്ന്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു എന്താണ് അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ. അതൊക്കെ കണ്ട് മുകളിലോട്ട് വന്ന് കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു. കൊട്ടാരം മൊത്തം ചുറ്റി കണ്ടു കഴിഞ്ഞപ്പോൾ ദാഹിച്ചു. അവരുടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അവിടെ പോയി നാരങ്ങ വെള്ളവും ചായയൊക്കെ ഓരോരുത്തർ കുടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുടിച്ചിട്ട് നേരെ ഇറങ്ങി നടന്നു. അതുകൊണ്ട് അവിടെ സ്ട്രെയിറ്റ് കാണുന്നത് ഞാൻ എടുത്ത്. അതുകൊണ്ട് ആ കാണുന്ന വെള്ള മതിലിനപ്പുറത്താണ് രാമനാഥൻ താമസിച്ചിരുന്നത്. മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ഗംഗ കട്ടിൽ വെക്കുന്ന സീനൊക്കെ ഇവിടെയാണ് എടുത്തതെന്ന് നമ്മളോട് പറഞ്ഞു തന്നു. ആട്ടുകല്ല് കണ്ടോ, 1 2 3 എൻ്റെ അപ്പുറത്തും ഉണ്ട്. അപ്പം ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അന്നത്തെ ഒരു മെനക്കേടെ. ഇതിപ്പോൾ പുരാവസ്തു വകുപ്പിലായതുകൊണ്ട് കാര്യമായി. ഇത് മറ്റേ ഡാൻസ് കളിക്കിയത് എന്തോ നൃത്തശാലയോ നാട്യശാലയോ അങ്ങനെ എന്തോ പറയത്തില്ലേ, കൽക്കിണർ. അങ്ങനെ കുറേ കഴിഞ്ഞ് നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. പോകുന്ന വഴി കോവളത്ത് കളർഫുള്ളായിട്ടുള്ള കുറേ സാധനങ്ങൾ കണ്ടു. നമ്മളൊന്നും മേടിച്ചില്ല. നേരെ ബീച്ചിൽ പോയി. മമ്മിക്കൊക്കെ ബീച്ചിൽ പോയാൽ കാല് നനയ്ക്കണം. ഞാൻ കാല് നനയ്ക്കാൻ സമ്മതിച്ചില്ല. വേറെ ഒന്നുമല്ല, കളറിൽ കയറി നന്നായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങി അവിടെ നിന്നപ്പോൾ കുത്തനെയുള്ള ഇറക്കമായിരുന്നു. മമ്മി പറഞ്ഞ് ഇറങ്ങുന്നില്ലെന്ന്. അങ്ങനെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഉള്ളവർ ബാക്കിയെല്ലാം അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. രസമുണ്ട് കാണാൻ. പക്ഷേ ഹൈപ്പിനുള്ള കോളം ബീച്ചൊന്നും ഇല്ല, നേരത്തിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഒന്നുമേ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ മാത്രം തോന്നലാണ്. തിരിച്ചു വരുമ്പോൾ ഒരു ഹോട്ടലിലെ ഡെക്കറേഷനാണ് നമ്മൾ ഈ കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ ഡാൻസായി, പാട്ടായി, കൂത്തായി. പിന്നെ അവർ ഫുഡ് മേടിച്ചു തന്നു. അതും കഴിച്ച് ഞങ്ങളെല്ലാവരും ഹാപ്പിലി വീട്ടിലോട്ട് പോയി. താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യണേ.